ഓയിൻമെന്റ് ഇടുമ്പോഴും ഞാൻ ഡ്രോപ്സിന്റെ കാര്യം പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിക്കണം. ഈ ഓയിൻമെന്റിന്റെ ട്യൂബിന്റെ അറ്റം, അതായത് ഓയിൻമെന്റ് വരുന്ന ഭാഗം ഒരു കാരണവശാലും നമ്മൾ കണ്ടാമിനേഷൻ ആക്കാൻ പാടില്ല. നമ്മുടെ വിരലും കൊള്ളല് പേഷ്യന്റിന്റെ കണ്ണിന്റെ പീലിയോ കൺപോളോ ഇതിൽ കൊള്ളാൻ പാടില്ല. ചിലവർ എന്നോട് ചോദിക്കും, ഈ ഓയിൻമെന്റ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കണ്ണെഴുതുന്ന പോലെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കാൻ പോകുന്നത്? കയ്യിലുള്ള എന്തൊക്കെ ജേംസ് ഉണ്ട് അതെല്ലാം ഓപ്പറേഷൻ ചെയ്ത് കണ്ണിലും പറ്റിയല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ മണ്ടത്തരമൊക്കെ കാണിക്കാതിരിക്കുക. നമ്മളൊരു കറക്റ്റ് രീതി കാണിച്ചു തരാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഓയിൻമെന്റ് ഇടുന്ന രീതി എന്ന് പറഞ്ഞു തരാം. അപ്പം ഓയിൻമെന്റ് ഇടുമ്പോൾ സാറിന് എല്ലാവരും വിചാരിക്കും ഇതങ്ങ് തുറന്നിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. നമ്മളൊരു കാര്യം മറക്കുന്നുണ്ട്, ഈ ഓയിൻമെന്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്തെന്നും പറഞ്ഞിട്ടൊന്നും ഓയിൻമെന്റ് ഓപ്പൺ ആകത്തില്ല. ഇതിനകത്ത് വേറൊരു സീലുണ്ട് ഇതുപോലെ, അത് നമ്മൾ ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഓയിൻമെന്റ് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ അത് ആദ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഓയിൻമെന്റ് ഇടാവൂ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു സീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്നുള്ളത് നമ്മൾ സേഫ്റ്റി പിന്ന്, ആണി, അങ്ങനത്തെ സാധനങ്ങൾ, സ്ലൈഡ്, അതൊന്നും ഇടേണ്ട കാര്യമില്ല. ഇതിനകത്ത് തന്നെ ഒരു മെക്കാനിസം ഉണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിപ്പോൾ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരാം. കൺപോള ഇതുപോലെ താത്തി പിടിച്ചിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലോട്ട് നമ്മൾ ഓയിൻമെന്റ് ഇടേണ്ടത് ജസ്റ്റ് ഒരു അരിമണിയുടെ അത്രയും ഓയിൻമെന്റിന്റെ ആവശ്യമേ ഉള്ളൂ.